നമസ്കാരം. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനും കേരളത്തിലെ അദ്ദേഹം ഉൾപ്പെടുന്ന 140 ജനപ്രതിനിധികളും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എം പിമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിസ്സാരമെന്നൊരു പക്ഷെ തോന്നും, പക്ഷെ ഇത് വലിയ കാര്യമാണ്. ചിലരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ജയിലിൽ പോലും കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പിന്തുണ മാത്രമാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തി അതിൻ്റെ ഓൾ സെലക്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും വേണം. സാധാരണ സബ്സ്ക്രൈബ് ചെയ്താണ് പോകല്. നല്ല വട്ടച്ചെമ്പിൽ ബിരിയാണിയും വെച്ച് മൂടി വെച്ച് അവിടെ പാത്തു വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ചെമ്പിന്റെ മൂടി തുറന്ന് നമ്മൾ വിളമ്പിയാലേ കഴിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത്ര സബ്സ്ക്രൈബ്സ് ഉണ്ടെന്ന് കാണിച്ചു തരാനേ പറ്റൂ. വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തൂല. വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം, ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ നടക്കുന്ന ഒരു അപജയം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഉദാഹരണമായി നമുക്ക് പറയാം. തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ട്, ആ സ്വത്ത് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് അതിന്റെ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. ഇത് അതിനു വേണ്ടിയുള്ളതല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും സ്വത്ത് നഷ്ടപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആ തട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ കുറിച്ച് പരാതി കൊടുക്കാൻ വേണ്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി രേഖാമൂലം എഴുതി കൊടുക്കുന്നു. എല്ലാ തെളിവുകളും മറ്റു കാര്യങ്ങളും വെച്ചൊരു പരാതി എഴുതി കൊടുത്തപ്പോൾ ആ പോലീസുകാർ ആ പരാതി എടുത്തില്ല. അതിന് പ്രതി ചേർക്കപ്പെട്ട ആളുടെ ഒരു പ്രഷർ മൂലമാണോ അവരുമായിട്ടുള്ള ബന്ധം മൂലമാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ല. അങ്ങനെ കേസെടുക്കാതിരുന്നപ്പോൾ അവർ കമ്മീഷണറുടെ പോയി പരാതി പറഞ്ഞു, മറ്റു മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ പരാതി കൊടുത്തു. കമ്മീഷണർ പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ. അങ്ങനെ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ വന്നപ്പോൾ ആ സ്ത്രീയുടെ പേരിൽ മറ്റൊരു കള്ളക്കേസ് ഉണ്ടാക്കി. ആ കള്ളക്കേസിൽ FIR ഇട്ട് അന്ന് തന്നെ അവരെ റിമാൻഡ് ചെയ്തു. 20 ദിവസം റിമാൻഡ് ജയിലിൽ കിടക്കേണ്ടി വന്നു. കള്ളക്കേസിലാണ്. അതിനുശേഷം ഇറങ്ങിയതിനു ശേഷവും ഇതുവരെയും അവരുടെ പരാതി എടുത്തിട്ടില്ല. അവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ വേക്കൻറ്റിൽ നടക്കുകയും ചെയ്തു. ഇവർ ജയിലിലായ സമയത്ത് ആ രേഖകൾ കോടതിയിലാക്കുകയും 2 ഹിയറിംഗ് നടക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജയിലിൽ കിടന്നവർക്ക് ഹിയറിംഗിൽ പങ്കെടുത്തിട്ടുള്ള കാര്യം പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത്തരത്തിൽ പല കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് നിലകളിൽ വന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. വാസ്തവം എന്താണെന്ന് അധികാരികൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അപ്പൊ ഇതൊരു ഉദാഹരണം. ഇത്തരത്തിൽ പൗരന്മാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിൽ നിന്ന്, ഒരു എക്സാമ്പിൾ പോലീസാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു മേഖല. പോലീസിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ എവിടെ പരാതി കൊടുക്കുന്നത്? ഒരു ലോക്കൽ സ്റ്റേഷനിൽ നിന്നാണ് ഒരു വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ DYSPക്ക് പരാതി കൊടുക്കാം, SP പരാതി കൊടുക്കാം, IG പരാതി കൊടുക്കാം. അങ്ങനെ മേലേക്ക് പലർക്കും പരാതി കൊടുക്കും, മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കും. ചിലപ്പോൾ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ള മറ്റു പലയിടങ്ങളും പരാതി കൊടുക്കും. അപൂർവം സന്ദർഭങ്ങളിൽ നമ്മൾ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയും ചെയ്യും, ഇല്ലേ? ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിലാണ് ഒരു പരാതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന്റെ പേരിൽ കൊടുത്തതെന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുക. മനുഷ്യാവകാശ കമ്മീഷന് എല്ലാവരും റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ എല്ലാ ഭാഗത്തേക്കും നോട്ടീസ് പോകും. അതേപോലെ തന്നെ ലോക്കൽ സ്റ്റേഷനിലേക്കും നോട്ടീസ് വരും. ഞാൻ മനസ്സിലാക്കുന്നത് ലോക്കൽ സ്റ്റേഷനിൽ നോട്ടീസ് വരുന്നത് എന്താണ് ഇതിന്റെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടുകളെല്ലാം കമ്മീഷനിൽ എത്തിയതിനു ശേഷം ഈ പരാതിക്കാരനായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു ഹിയറിംഗ് നടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ടീസ് പോയ ശേഷം, പരാതിക്കാരന് നോട്ടീസ് പോയ ശേഷം. എന്നാൽ ഇവിടെ സ്റ്റേഷനിലേക്ക് ഈ പരാതി എത്തിക്കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ്, മറ്റ് മേഖലകൾ നമുക്ക് അത് പറഞ്ഞതിന് ശേഷം സംസാരിക്കാം. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരാതി ആർക്കെതിരെയാണ്? പരാതി പോലീസ് സ്റ്റേഷനെതിരെയാണ്. SHO ആണ് പോലീസിന്റെ അധികാരിയായിട്ട് വരുന്നത്, സ്റ്റേഷൻ അതോറിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് പരാതി. അദ്ദേഹമാണ് സ്റ്റേഷൻ ഹെഡ്. സ്വാഭാവികമായും അവിടെ ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വന്നാൽ അദ്ദേഹത്തിന് താഴെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ച് ആ വാദിയുടെ, അതായത് ആരാണോ പരാതി കൊടുത്തത്, പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ പോകുന്നത്. ഇത് ശരിയാണോ? എന്റെ ചോദ്യമാണ്. ഈ പരാതിക്കാരന്റെ പരാതിയിൽ പ്രകാരം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന SHOയും ഒരുപക്ഷെ മറ്റേതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ അവരുടെ കീഴിലുള്ള ഒരു ലോക്കൽ പോലീസുകാരൻ, ഒരു CPO, ആ CPO ആണ് പോയി ഈ പരാതിക്കാരന്റെ
കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വരേണ്ടത്. ആ മൊഴി കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് ഈ SHOയുടെ കയ്യിലാണ്. അതായത് ഈ SHOയെ കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്നത് അതേ SHOയുടെ താഴെയുള്ള ഒരു പോലീസുകാരനാണ്. പോലീസുകാരൻ ആ SHOയെ കുറിച്ചുള്ള പരാതിയുടെ റിപ്പോർട്ട് പരാതിക്കാരൻ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് അത് മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുന്നത് SHOയാണ്. മനസ്സിലായോ? SHOയ്ക്കെതിരെയുള്ള പരാതി മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുന്നത് ആരാണ്? SHO ആണ്. ഇങ്ങനെയാണോ നടക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു പരാതി നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധപ്പെട്ട വകുപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് താഴെയുള്ള ഒരു പ്യൂണ് അന്വേഷിക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുകയാണ് എന്നതുപോലെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലെ എക്സാമ്പിൾ പറഞ്ഞത്. ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള ഒരു പരാതി അതിന്റെ മേലുദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ ഓഫീസിലുള്ളവരാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെ ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് താഴെയുള്ള ഒരു ക്ലർക്കോ പ്യൂണോ ആരെങ്കിലും ഒരാള് വന്ന് ഈ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തിട്ട് ആ മൊഴി പഞ്ചായത്ത് സെക്രട്ടറി കൊണ്ടുവന്ന് കൊടുക്കും. പഞ്ചായത്ത് സെക്രട്ടറി തനിക്കെതിരെയുള്ള പരാതി മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുക്കും. നല്ല പരിപാടിയല്ലേ? ഇല്ലേ? ഇത് പ്രധാനമായും നടക്കുന്നത് പോലീസ് മേഖലയിലാണ്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ വരും. പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരനായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് മൊഴിയെടുക്കാൻ പോകുന്നത്, അതിന് മറുപടി ഒരു റിപ്പോർട്ട് അയക്കേണ്ടത് ആ സ്റ്റേഷൻ അധികാരിയാണ്, SHO ആണ്. SHO അതിനു വേണ്ടിയിട്ട് ഒരു പോലീസുകാരന് പറഞ്ഞു വിട്ട് ആരാണോ പരാതിക്കാരൻ അവനിൽ നിന്ന് മൊഴിയെടുത്തിട്ട് SHO ആ പരാതിന്റെ താഴെ ഒപ്പും വെച്ചിട്ട് തനിക്കെതിരെയുള്ള പരാതി മേലുദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചു കൊടുക്കുന്ന വൃത്തികെട്ട ഒരു പരിപാടി ഉണ്ട് ഇവിടെ. ഇത് നീതിയുക്തമാണോ ഞാൻ ചോദിക്കുന്നതാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അനീതി നേരിട്ടാൽ ആ സ്റ്റേഷനിനെ കുറിച്ച് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ മേലധികാരി DYSP റാങ്കിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഓഫീസർമാരോ മറ്റുള്ളവരോ അവിടെയുള്ള പോലീസുകാരോ വന്ന് അന്വേഷിച്ചിട്ട് അവിടെ റിപ്പോർട്ട് കൊടുക്കട്ടെ. അതല്ലേ അതിന്റെ ശരി. അവരല്ലേ വന്ന് മൊഴിയെടുക്കേണ്ടത്. പക്ഷെ ഇവിടെ മൊഴിയെടുക്കുന്നത് ഈ SHOയുടെ താഴെയുള്ള വ്യക്തികളാണ്. ഇതാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും മറ്റുള്ളവരോടും പറയാനുള്ളത്. ഈ സിസ്റ്റം ശരിയല്ല. ഇത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. ഈ പരാതിക്കാരനെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കാനും കാര്യങ്ങൾക്കും നമുക്കറിയാമല്ലോ ഇവിടെ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. നല്ല പോലീസുകാരുമുണ്ട്, വെടക്കൻ ഉള്ളതുമുണ്ട്. ഏതെങ്കിലും വെടക്കനാണ് ഒരു പക്ഷേ ഈ കേസിന്റെ ഇങ്ങനെയുള്ള ഒരു നോട്ടീസ് കൈ കിട്ടുന്നുണ്ടെങ്കിൽ ആ പരാതിക്കാരന്റെ ആഫീസ് പൂട്ടും. അമ്മാതിരി കള്ളക്കേസുകൾക്ക് എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. അതിനെ ഉപകരിക്കുള്ളൂ. സത്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ ഓഫീസോ വേണം ആ പരാതി അന്വേഷിക്കാൻ. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ മുഖ്യമന്ത്രിയും മറ്റുള്ള MLA മാരും എല്ലാവരോട് ചേർന്നിട്ടുണ്ടാക്കണം. അല്ലാതെ പൗരന്മാർക്ക് നീതി ലഭ്യമാകുന്നതിന് തടസ്സമാകുന്ന വിധത്തിലുള്ള ഇമാതിരിയുള്ള വൃത്തികെട്ട അന്വേഷണ രീതികൾ വെച്ചു പുലർത്തരുത്. Different angles. Don't forget to subscribe and support this channel.